ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും വീണ്ടെടുപ്പുമാണ് നമ്മെ ഓരോ ദിവസവും നയിക്കുന്നത്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ആഴ്ന്നിറങ്ങിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കളങ്കമില്ലാത്ത സ്നേഹം നമുക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. അപ്രകാരം ഈ ദിവസം നമുക്ക് ഓരോരുത്തർക്ക് അനുഗ്രഹമായി തീരട്ടെ. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ സ്വത്വം. അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ 1-ാം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 1-ാം 20 മുതൽ 25 വരെ. ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് 3 ചിന്തകളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കുന്നത്. ഒന്നാമതായി, അറിയുക. ദൈവത്തെ അറിയുന്നതിന് നാം ദൈവവുമായുള്ള സമയം കണ്ടെത്തണം. കണ്ടെത്തുന്ന സമയം ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ ഇടയാകണം. ഓരോ ദിവസവും നാം പോലും അറിയാതെ ദൈവകൃപയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേദഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ 21-ാം വാക്യപ്രകാരമാണ്: ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക്കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഈ നോമ്പിന്റെ നാളുകളിൽ ഭക്ഷണ ക്രമീകരണത്തിന് മാത്രമല്ല മാറ്റമുണ്ടാകേണ്ടത്, നമ്മുടെ ജീവിതത്തിനും കൂടി മാറ്റം അനിവാര്യമാണ് എന്ന് പൗലോസ് ശ്ലീഹയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്രൂശിലെ വേദന അറിയണം. ദൈവസാന്നിധ്യം മുറുകെ പിടിച്ചു നിൽക്കുന്ന രക്ഷിതാവിനെ അറിയണം. എങ്കിൽ മാത്രമേ പൂർണ്ണമായ ദൈവത്തിൻ്റെ മക്കളെന്ന അധികാരം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായി, അന്വേഷിക്കുക. എന്താണ് നാം അന്വേഷിക്കേണ്ടതെന്ന് പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായി പറയുന്നു. നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗത്തിൽ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ: യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായി ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിനായി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നവർക്ക് ദൈവം നൽകുന്നത് ദൈവശക്തിയും ദൈവജ്ഞാനവുമായി ക്രിസ്തുവിനെ തന്നെയാണ്. ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അന്വേഷിച്ചിറങ്ങുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വന്തം ജീവനെ നമുക്ക് ഓരോരുത്തർക്കുമായി സമർപ്പിച്ചു തരുന്ന ക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ ഏറ്റെടുക്കാനുള്ള പൂർണ്ണ സന്നദ്ധത നമ്മളിൽ ഉണ്ടായിരിക്കണം. മൂന്നാമതായി, അനുഭവിക്കുക. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാഴുമ്പോൾ പുതുക്കത്തിൻ്റെയും ഉണർവിൻ്റെ പ്രതീകങ്ങളായി മാറുന്നു. ലോകം ജയിക്കുന്നവര് പിന്നാലെ പോകുമ്പോൾ തനിക്ക് താൻ നിൽക്കുന്ന ഇടം തന്നിൽ നിന്ന് അകലുമ്പോൾ അവിടെ യേശു കർത്താവിനെ അനുഭവിച്ചറിയുന്നവർക്ക് ബലമായി തീരുമെന്ന് പൗലോസ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നു. എടുത്തിരിക്കുന്ന വേദഭാഗത്തിൽ 25-ാം വാക്യം ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. ഈ വാക്യം നമുക്കേറെ സ്വാന്തനപ്പെടുത്തുന്ന ഒന്നാണ്. ഏത് തോറ്റവനെയും ജയിപ്പിക്കാനുള്ള ബലം തൻ്റെ രക്ഷിതാവിൽ നിന്ന് ലഭിക്കും എന്ന വിശ്വാസം ഈ കാലഘട്ടത്തിൽ നേടിയെടുത്തെങ്കിൽ മാത്രമേ അനുരഞ്ജനപ്പെടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 3 ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തുവിനെ അറിയുവാനും മനസ്സിലാക്കുവാനും സാക്ഷിയായി പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്രകാരം നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.